ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ചാത്തമംഗലം NITൻ്റെ ഒക്കെ അടുത്തുള്ള കട്ടാങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് സുബൈദാനെ കാണാൻ വേണ്ടിയിട്ടാണ്. സുബൈദാക്ക് പറ്റിയൊരു വരനെ നമുക്ക് കണ്ടെത്തണം. സുബൈദാക്ക് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് ഏകദേശം ഇതാ രാത്രി ആയിപ്പോയിട്ടോ. ഓക്കെ, നമുക്കിതാ പെട്ടെന്ന് വീഡിയോ എടുക്കാം. നിങ്ങളെല്ലാവരും കൂടെ വേണം. എത്രയും പെട്ടെന്ന് സുബൈദാക്ക് പറ്റിയൊരു വരനെ കണ്ടെത്താൻ കട്ടക്കെല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അവരെ പരിചയപ്പെടാം അല്ലേ. വാ, ഈ കാണുന്നതാണ് കേട്ടോ സുബൈദാൻ്റെ വീട്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇതാണ് സുബൈദ. ഇത് സുബൈദാന്റെ ഉമ്മയാണ്. ഉമ്മ സുഖല്ലേ? ഉമ്മ എന്നിട്ട് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എത്ര മക്കളാ? സുബൈദയും പിന്നെ ആൺകുട്ടിയാ? മോന് എവിടെയാ? നാട്ടിലാണ്. ശരി, വീട്ടിൽ തന്നെയാ വീടല്ലേ? ശരി. സുബൈദാക്ക് സംസാരിക്കാനും കേൾക്കാനും അല്ലേ ബുദ്ധിമുട്ടുള്ള? നല്ലോണം അങ്ങോട്ട് കേൾക്കൂല. ചെവിട്ടിലച്ചാ അവള് കേൾക്കുകയും ചെയ്യും. അവള് വെക്കണില്ല. ഇത് വെക്കുന്നതുണ്ട്. മസൂരൊക്കെ പോയി മേടിച്ചുണ്ടോന്ന് എല്ലാം ചെവി കേട്ടെ. ഇനി വെള്ളം അടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? അത് വെക്കുമ്പോക്ക് ചെലപ്പോ എന്നിട്ട് പിന്നെ വർത്താനത്തിനും നേസവും ചെവിക്കുകയുള്ളൂ. ഒരു പൊരയിൽ കാട്ടാക്കി വെച്ചാൽ മതി. ആരും വേണ്ട വൃത്തിയാക്കാനോ പഠിക്കുകയോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കില്ല. റെഡി. ഉപ്പ മരിച്ചു പോയതാണല്ലേ? ഒരു മോള് ഒരാങ്ങളെയാന്ന്. അതെ അതെ. ഓള് ഓർക്ക് 4 മക്കള്. അത് വാപ്പ റഹ്മാനിയ പോയി പറഞ്ഞിനി. നമ്മള് 10 വരെ സ്കൂളിൽ പഠിച്ചേരാ. ഇവിടെ തന്നെ പഠിച്ചത്. നേരെ പൊട്ടന്മാരെ വിയാറുമ്പത്ത് പോയി പറഞ്ഞു, എന്റെ മൂക്ക് ഇങ്ങനെ ഒരു വിയാപ്പെണ്ണാണോ ഏതെങ്കിലും പറഞ്ഞാക്കി. കുറച്ചേ ഉള്ളൂ ഒക്കെ അന്ന് ചെവിക്കുന്നാണ്. ആരെണ്ടേ പറഞ്ഞാക്കാന്നല്ലേ. ഇപ്പോഴേക്ക് വെള്ളിയാറുമ്പത്തിന് നല്ലോണം വന്ന് വീട്ടിൽ ചാടി. അതാ വന്ന് പെട്ടുകാര്. ആദ്യം വിവാഹം ചെയ്തിരുന്നല്ലേ? അത് ഡിവോഴ്സ് ആയി പോയതാ? അത് കൊറേ നിന്നിരുന്നോ കല്യാണം കഴിഞ്ഞിട്ട്? ഒഴിവാക്കിട്ട് 5 കൊല്ലായി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര ഉണ്ടായിരുന്നു? അത് കല്യാണം കഴിഞ്ഞ 6 മാസം വന്നും പോയി നിന്നേയുള്ളൂ. 6 മാസം കൊണ്ട് ഒഴിവാക്കില്ല. ഇപ്പൊ സുബൈദക്ക് എത്ര വയസ്സായി? 45 46 ആയി. 52 വയസ്സുള്ളവന് നമുക്ക് കിട്ടണം. ഒരു 52 വയസ്സിന്റെ ഉള്ളിലുള്ള ആളാണ് നമുക്ക് വേണ്ടി. അത് തന്നെ ഒഴിവായി. നമ്മളിപ്പോ ഒരേക്കും കിട്ടണം. കെട്ടിയവൾക്ക് സംസാരിക്കാൻ പറ്റൂലേനോ? നല്ലോന് അന്നവൻ വാപ്പ കാണാൻ വന്നവൻ പറഞ്ഞതാ, നാളെ പിറ്റേന്ന് നിങ്ങൾ കുത്തി കുറ്റാറിയാ ഞാൻ ഓളെ പോലെ ഒത്തേനാ നോക്കി. അതിനെന്തേത്താ പഠിച്ചാൻ്റെ ഒക്കെ ഒരു കൊണനെ. വാപ്പ മരിക്കണേന്റെ ഒരാഴ്ച അവൻ ഒഴിവാക്കി. അതൊന്നും സാരമില്ല, കഴിഞ്ഞൊക്കെ പോട്ടെ അല്ലെ. ഇനി നമുക്ക് നല്ലൊരാളെ കണ്ടെത്തണം. ഈ സുബൈദാക്ക് നമ്മൾ പറയുന്നത് ചുണ്ടു നോക്കി മനസ്സിലാവും കുറച്ച്. നല്ല സ്മാർട്ടാണ് അല്ലേ, നല്ല ആക്റ്റീവ് ആണ് ആള്. അപ്പൊ കൈ കൊണ്ട് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ആക്ഷൻ പറഞ്ഞ ചുണ്ടിന്റെ നോക്കി മനസ്സിൽ ലിപ് റീഡിങ് അറിയാം അല്ലേ. അപ്പൊ 15 വർഷമായിട്ട് പിന്നെ എന്താ കല്യാണം നോക്കിയില്ലേ ഞങ്ങള്? അപ്പോൾ നോക്കുമ്പോ ഒരു വയറുവേദന ഒക്കെ വന്ന് പിന്നെ അവളെ ഗർഭപാത്രമൊക്കെ എടുത്ത്. അപ്പൊ മക്കളുണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊരു മക്കളെ വാങ്ങണോന്ന് ഇരിച്ചിനി. പിന്നെ അങ്ങനെ ഇപ്പൊ ഒരു പിയ്യാപ്പിള്ള നോക്കുകയാണെ ഓനിഞ്ഞൊരു കെട്ടിച്ചൊല്ലിയതോ പിന്നെ പെണ്ണ് മരിച്ചു പോയതോ അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതെ അതെ. നമ്മൾ മേടിക്കണ്ടല്ലോ. മേടിക്കാൻ ഇപ്പോഴും ദത്തെടുക്കാനൊക്കെ വിചാരിച്ചിരുന്നാണ് ഉമ്മ പറയുന്നല്ലേ. അത് ശരി. അപ്പോൾ ഓളെ ഗർഭപാത്രം എടുത്ത് മാറ്റിയത് കൊണ്ട് തന്നെ ഒക്കെ എന്തായാലും കുട്ടികൾ ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഉമ്മ പറഞ്ഞേ. അപ്പൊ മക്കളുള്ള ആളിൽ നിന്നുള്ള ആലോചന നമ്മൾ സ്വീകരിക്കും അല്ലേ. 52 വയസ്സിൻ്റെ ഉള്ളിൽ ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതൊക്കെ ആണെങ്കിലും കുട്ടികളുള്ള ആളാണെങ്കിലും നമ്മൾ സ്വീകരിക്കും. കുട്ടികളൊക്കെ സുബൈദ നല്ലോണം നോക്കൂല്ലേ. കുട്ടികളെ ഭയങ്കര ഇഷ്ടല്ലേ? മാഷാ അല്ലാ. അതെ, ഞാൻ 1 നാളേന്നാ
അപ്പൊ ഓക്ക് ഒരാളായല്ലോ. അതെ, തീർച്ചയായും ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെ തന്നെ നമുക്ക് മാണ്ടിയല്ലേ. കൊടുക്കൂല. അതെ അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും ഈ വീട്ടിൽ ഇപ്പൊ ഇത് ഒക്കെ തന്നെ ഉള്ള വീടാണ് അല്ലേ. അതെ അതെ. എന്താണ് പിന്നെ പൊരയും കുടിയും കണ്ടു വന്ന് കെട്ടി തീർച്ചയായും അതെ കയ്യിലാക്കി പോണവരുണ്ടാവും. അങ്ങനെയുള്ളവർ ആരും ഇങ്ങോട്ട് വരണ്ട അല്ലേ. അത് പറഞ്ഞ കറക്റ്റ് ആണ്. സ്വത്ത് കണ്ട് വരുന്ന ആള്, വീട് കണ്ട് വരുന്ന ആളും എല്ലാം നമുക്ക് വേണ്ട. ഒരു വിവാഹം ചെയ്തിട്ടുള്ള ഡിവോഴ്സ് ആയതാണ്, ഒരുപാട് വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോയതാണ്. ഇനി അങ്ങനെയുള്ള ഒരാളാവരുത്. അവൾക്ക് പറഞ്ഞല്ലോ ഇപ്പോൾ ഗർഭപാത്രം എടുത്ത് മാറ്റി, അങ്ങനെ കുട്ടികളുണ്ടാവില്ല, അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു. ഇനി വരുന്ന ഒരാളിൽ നിന്ന് നല്ലൊരു സന്തോഷമുള്ളൊരു ജീവിതം കിട്ടണം. ഇപ്പോൾ ഒരു മക്കളും ഉപ്പയൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന അങ്ങനെയുള്ള ഒരാളൊക്കെയാണ് എത്രയും സന്തോഷം. കാരണം ഇവിടെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉമ്മ പറഞ്ഞ പോലെ തന്നെ സ്വത്ത് കൈക്കലാക്കി അവസാനം സുബൈദാനെ ഒഴിവാക്കുന്ന രീതിയൊന്നും ആവരുത്. അങ്ങനെ ഒന്നും ഒരിക്കലും ഇല്ലയെന്ന് ഉറപ്പുള്ള ഒരു നല്ല ആളുകൾ നിന്നുള്ള ആലോചന മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ദൂരം പ്രശ്നമുണ്ടോ അമ്മ? നമുക്ക് ദൂരത്തൊന്നും വേണ്ട. അങ്ങനെ പറയണ്ട. കോഴിക്കോട് ജില്ല, നമുക്ക് കോഴിക്കോട് ജില്ല നോക്കാം. കൊടുവള്ളീൻ്റെ അങ്ങനെ ചിലപ്പോൾ വന്നോളണമെന്നില്ലല്ലോ. അപ്പോൾ കോഴിക്കോട് ജില്ല മാത്രമാണ് ഇവർക്ക് വേണ്ടത്. പിന്നെ തൊട്ടടുത്തുള്ള ജില്ല നമുക്ക് നോക്കാം. അതിപ്പോൾ ആലോചന എന്ന് വെച്ചാൽ നിങ്ങൾ വിളിക്കാതിരിക്കേണ്ട. പക്ഷെ ഒരുപാട് മറ്റ് പിന്നെ അങ്ങനെ തിരുവനന്തപുരം, കൊല്ലം, പിന്നെ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ആ വഴിക്കൊന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ് ഉമ്മ പറഞ്ഞത്. നമ്മളടുത്തൊക്കെ ഉള്ള ഇപ്പോൾ വയനാടായാലും അങ്ങനെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അത് കോള് വരുന്നതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. ഏറ്റവും അടുത്തുനിന്ന് വന്നാൽ അത്രയും സന്തോഷം അല്ലേ. അതെ അതെ അതെ. നായി അരി നയിച്ചുകൊണ്ട് വരുന്ന ഒരുത്തരം കിട്ടണല്ലേ. തീർച്ചയായും. ഓക്കെ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളെയാണോ വേണ്ടിയേ? ഓള് അറിഞ്ഞു നല്ലോണം വന്ന് പെട്ട് പല വിധവും ചെയ്താൽ നിൽക്കണ. ഓള് അറിയിച്ചില്ല നിന്ന് പോരണോന്ന് ഇരിച്ചിട്ട്. അതിനെ കൊണ്ട് ചിന്ന പോലെ ഒത്തത് മതിയെന്നേ ഓള് പറയുള്ളൂ. ഇനിയിപ്പോ ഇത്തിരി വേഗമുള്ളതും അവളതാ ഉദ്ദേശിച്ചത്. അവളോട് എന്റെ കൈ ഫോണുള്ളതുകൊണ്ട് ആക്ഷൻ കാണിക്കാൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളെയാണോ വേണ്ടത്? അല്ല, അവള് പറഞ്ഞോട്ടെ. അത് പക്ഷെ കുഴപ്പമില്ല. ഉമ്മ പണ്ട് മുതലേ പറഞ്ഞ് ശീലിച്ചായിരിക്കും അല്ലേ. അപ്പൊ പിന്നെ പൊട്ടെന്നുള്ള വാക്കുമ്പോൾ ഇനി ഉപയോഗിക്കരുത് കേട്ടോ. അത് ഉമ്മ പണ്ടേ അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. പോലെ സംസാരിക്കാൻ അത് തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകള് അല്ലേ. അതെ, അത് പണ്ടത്തെ രീതിയിൽ അതൊരു മോശം വാക്കല്ല. പണ്ട് നോർമലി വിളിക്കുന്ന ഒരു വാക്കായതുകൊണ്ട് ഉമ്മ പറഞ്ഞേ. ഒരാളുണ്ടായിന് പൊട്ടത്തിയെ നന്നായി വിളിക്കല്. അപ്പൊ എന്റെ നെഞ്ചി പൊട്ടലായി. ഒന്നര ഉമ്മയും വിളിക്കരുതല്ലോ. നമ്മള് കേക്കാത്ത നോടിയിലാണല്ലോ പോലെ. അതെ, അതാണ്. അങ്ങനെ ആരും വിളിക്കരുത് കേട്ടോ. ഇനി ഉമ്മ വിളിച്ചതിൻ്റെതല്ല ഞാൻ പറയുന്നത്. പൊതുവെ അല്ല, ഉമ്മൻ്റെ അല്ല, പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ അത് മാറ്റണം. നമ്മുടെ നാട്ടിൽ ഞാനും എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അത് നമ്മളെ വീട്ടിൽ നിന്നായാലും ഒക്കെ പറയുന്നത്, സംസാരിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ അത് അങ്ങനെ ഒരു വാക്ക് തന്നെ എല്ലാവരും പറയാം. പക്ഷെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത ആളില്ലെങ്കിൽ ഡെഫ് അങ്ങനെയൊക്കെയുള്ള ഇതാണ് കേട്ടോ പറയാവും. അതൊക്കെ വിടുക, അതൊന്നും നമ്മളെ മാറ്റർ അല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരാളെ തന്നെയാണ് വേണ്ടത്. ചെറിയ ബുദ്ധിമുട്ടൊന്നും പ്രശ്നമില്ല അല്ലേ. ചെറിയ ബുദ്ധിമുട്ടൊന്നും പ്രശ്നമില്ല. അതെ. ഇപ്പൊ ജോലി ചെയ്ത് ഓളെ നോക്കാൻ പറ്റിയ ആളായിരിക്കണം. അതെ അതെ. വണ്ണവും തടിയൊന്നും ഇല്ലാത്ത അത് ഞങ്ങൾ മീറ്റിങ്ങിൽ കോഴിക്കോടൊക്കെ പോയിണ്ടായിനി. പിന്നെ അത് നിർത്തിക്കാനി. അത് നിർത്തിയാലപ്പോ കഴിഞ്ഞ മാസം ഒരു ഉത്സവം പോയി. ആടുന്ന വിവരങ്ങൾ പറഞ്ഞപ്പോ ഒരു പെണ്ണും മക്കളും ഉള്ള ഒരു മൂപ്പത്തിർക്കുണ്ട്. അപ്പൊ എനിക്ക് പെണ്ണും മക്കളും ഉള്ളപോലെ നമുക്ക് വേണ്ട അല്ലേ. അതെ, ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയത് മാത്രമല്ലേ നമുക്ക് വേണ്ടൂ. അതെ, അങ്ങനെ ഭാര്യ നിലവിലുള്ള ആളുകൾ രഹസ്യമായിട്ട് വിവാഹം ചെയ്ത് നിൽക്കാന്നുള്ളവരൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ. ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയത് മാത്രം മതി. അത് കുട്ടികളുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഓളാ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം. വേറെ ഒക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ഗർഭപാത്രത്തിന്റെ പ്രശ്നവും പിന്നെ സംസാരിക്കാനും കേൾക്കാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ അല്ലേ. സ്ഥിരമായിട്ട് വേറെ ഗുളികയൊന്നും കുടിക്കുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓളെ വയസ്സ് പറഞ്ഞ് 46 അല്ലേ. അപ്പോൾ എങ്ങനെ 46 അല്ലേ കറക്റ്റ് ഉള്ള വയസ്സിലാ.
46, 47 അതിൽ ഒരു 50 വയസ്സുള്ളവന്. അതെ, തീർച്ചയായിട്ടും അത് നമ്മൾ പറഞ്ഞ വയസ്സിന്റെ ഒരു 50-52 വയസ്സിന്റെ ഉള്ളിലുള്ളതാണ് നമുക്ക് വേണ്ടത്. ഫ്രീ ടൈം എന്താ ചെയ്യല്? സ്റ്റിച്ചിങ്. ആ എന്താ പറഞ്ഞ മോള്? മോള് വാടക കൊടുത്തിയാ? അത് ശരി. അതെ അതെ. അപ്പൊ അങ്ങനെ അതാണ് നമ്മളെ ഒരു പിന്നെ മോനിപ്പോ അപ്പുറത്തെ വീടുകാരെല്ലായിട്ട് അടുത്ത് മോനുണ്ട്, കുടുംബക്കാരൊക്കെ അടുത്തുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും അത് പറയുമ്പോൾ ഒന്നുകൂടി പറയേണ്ടതുണ്ട്, നിങ്ങൾ അത് കണ്ടിട്ടൊന്നും വരുന്ന ഒരാളാവരുത്. അപ്പോൾ അത് അവര് ഒരു വരുമാന മാർഗം എന്നുള്ളതിൽ മോള് വാടകയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടുവരുന്ന ആരെയും നമുക്ക് വേണ്ട കേട്ടോ. ഓളെ മനസ്സിലാക്കുന്ന ഒരാൾ മാത്രം എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. വേറെ ഒന്നും പറയാനില്ലല്ലോ അല്ലേ അമ്മ? അതെ, ഇൻഷാ അല്ലാ. ഇക്ക മരിച്ചിട്ട് കുറെ ആയോ നിങ്ങളെ ഭർത്താവ്? 17 കൊല്ലായി അല്ലേ? അത് ശരി. സുബൈദ നല്ല ആള്, ആരോഗ്യമുള്ള. അതെ. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരാൾ തന്നെ എത്രയും പെട്ടെന്ന് വരട്ടെ. അസ്സലാമു അലൈക്കും. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, സുബൈദാന്റെ ഉമ്മ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. സുബൈദയും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല സ്മാർട്ടായിട്ടുള്ളൊരു മോളല്ലേ. അപ്പോൾ നല്ല നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് വിഷമതകളിലൂടെ കടന്നുപോയ ആളാണ്. പക്ഷേങ്കിൽ അവളുടെ മുഖത്ത് ഭയങ്കര പോസിറ്റീവ് എനർജി തന്നെ ഇല്ലേ. ഒരു വീട്ടിൽ അവൾ മതി കേട്ടോ. കുക്കിംഗ് ആയാലും എല്ലാത്തിനും ഉഷാറാണ്, അടിപൊളി ആക്റ്റീവാണ്. 46 വയസ്സ്. ഈ ഒരു വയസ്സിൻ്റെ ഇടയിൽ വിവാഹ ജീവിതം വെറും 6 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഡിവോഴ്സൊക്കെ ആയിപ്പോയതാണ്. അപ്പോൾ അവൾക്ക് പേടിയാണ് ഇനി സംസാരിക്കുന്ന ഒരാൾ വന്നാൽ ഇനിയും വിഷയങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായാൽ അത്രയും സന്തോഷമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കുട്ടികളുണ്ടാവില്ലല്ലോ, ദത്തെടുക്കാനൊക്കെ നിന്നതാന്നൊക്കെ പറഞ്ഞു ഉമ്മ. അത്ര പോലും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വരം വരട്ടെ. ഇപ്പോൾ പറഞ്ഞല്ലോ ഇവർ മുകളിൽ ഇപ്പോൾ വാടക കൊടുത്ത് വരുമാനമുണ്ട്, വീടുണ്ട് എന്നൊക്കെ വിചാരിച്ച് അതൊന്നും കണ്ടുവരുന്ന ആരെയും നമുക്ക് വേണ്ട. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഇനിയെങ്കിലും ഒക്കെ സന്തോഷമായിട്ട് ഉള്ളൊരു ജീവിതം വേണം. നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യണം. നിങ്ങൾക്കറിയുന്ന ആളുകളുണ്ടാവില്ലേ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ, അവരിലൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ഇരു കൂട്ടരും നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോവുക. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ. ആരും അനാവശ്യമായിട്ട് വിളിക്കരുത് കേട്ടോ. ഭാര്യയും മക്കളല്ലുള്ളവർ രഹസ്യമായിട്ട് വിളിക്കുക എന്ന പരിപാടിക്ക് നിൽക്കരുത്. ഒരിക്കലും ഇനി താല്പര്യമില്ല, വെറുതെ നിങ്ങളെ ടൈം വേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഗൾഫ് നമ്പർ വന്നാൽ എടുക്കരുതെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജെനുവിനായിട്ടുള്ള ആളുകൾ ആരെങ്കിലും വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാരെ കൊണ്ടൊക്കെ വിളിപ്പിച്ച് ഇതാക്കി ഒരുപാട് ഉടായ്പകൾ കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, വേറെ വഴി നമുക്കില്ല. ഗൾഫ് നമ്പർ മൊത്തത്തിൽ എടുക്കണ്ടെന്ന് പറയാം, അല്ലാണ്ട് വേറെ വഴിയില്ല. അല്ലാണ്ട് ഗൾഫുകാരെല്ലാവരും മോശക്കാരായിട്ടല്ല. ചില ആളുകൾ കാരണമുള്ള ഓരോ പ്രശ്നങ്ങൾ, ഒരു ഉളുപ്പും ഇല്ലാത്ത ചില ആളുകളുണ്ട്. എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, കൂടുതലായിട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.